ചിലന്തിയെ കൊല്ലുന്നതിൻ്റെ ഇസ്ലാമിക വിധി എന്താണ്? അഥവാ എട്ടുകാലി, നമ്മുടെ നാട്ടിലൊക്കെ വണ്ണാൻ എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയലെന്നുള്ള ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചിലന്തിക്ക് പോയ്സൺ ഉണ്ട് എന്ന് വൈദ്യന്മാർ സ്ഥിരപ്പെടുത്തിയത് കൊണ്ട് തന്നെ അതിനെ കൊല്ലുന്നത് സുന്നത്താണ്. എന്നാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗുഹയിൽ ഉറങ്ങുമ്പോൾ ഗുഹയുടെ വായിൽ വന്നിട്ട് ഈ ചിലന്തികൾ കൂട് കെട്ടിയിട്ട് ശത്രുക്കളിൽ നിന്ന് മുത്തുനബി തങ്ങൾക്ക് സംരക്ഷണം നൽകി എന്നതുകൊണ്ട് ചില സാധാരണക്കാർ ഇതിനെ കൊല്ലുന്നതിൽ നിന്ന് മാറി നിൽക്കലുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് കൊല്ലാൻ പാടില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രാവുകളെ അറുക്കാനോ ഭക്ഷിക്കാനോ പാടില്ല എന്ന് ഇസ്ലാം പറയുമായിരുന്നു. കാരണം പ്രാവുകളും മുട്ടയിട്ടുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംരക്ഷണം നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് മനുഷ്യന് ഉപദ്രവം മാത്രം അറിയപ്പെടുന്ന ജീവികളെ കൊന്നുകളയുന്നത് സുന്നത്താണ്. ഈ ഒരു വിഷയം ഞാൻ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞപ്പോൾ അതിനൊരു ഉദാഹരണമായിട്ട് മനുഷ്യരെ കടിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന നായനെ കൊല്ലൽ സുന്നത്താണെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ സംശയം ഉന്നയിച്ചിരുന്നു. നായനെ കൊണ്ട് ഉപദ്രവം മാത്രമല്ലല്ലോ, വേട്ടയാടാൻ വേണ്ടിയിട്ടും വീടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ നായനെ ഉപയോഗിക്കാറുണ്ടല്ലോ. അങ്ങനെയുള്ള നായയെ കൊല്ലൽ ഹറാമാണെന്ന് മാത്രമല്ല, അതിൻ്റെ വയറ് നിറയുന്നതിൻ്റെ തുടക്കത്തിലേക്ക് എത്തിച്ചേരുന്നത് വരെ ഭക്ഷണം കൊടുക്കലും ഉടമസ്ഥൻ്റെ മേൽ നിർബന്ധമാണ്. ഇതുപോലെ തന്നെ ജീവന് മൂല്യം കൽപ്പിക്കപ്പെടുന്ന എല്ലാ ജീവികൾക്കും ഭക്ഷണം കൊടുക്കൽ നിർബന്ധമാണ്. ഇമാം റംലി റളിയല്ലാഹുവിന്റെ അഭിപ്രായം അനുസരിച്ച് ഉപകാരമോ ഉപദ്രവമോ കാണപ്പെടാത്ത നായയാണെങ്കിൽ അതിൻ്റെ ജീവനും മൂല്യം നൽകപ്പെടണം. അതനുസരിച്ച് അതിനും ഭക്ഷണം കൊടുക്കൽ നിർബന്ധമാവും. എന്നാൽ കടിക്കുന്ന നായ, കാക്ക, പാമ്പ്, പരുന്ത്, എലി തുടങ്ങിയ ജീവികൾക്കൊന്നും ഇസ്ലാമിൽ മൂല്യം കൽപ്പിക്കപ്പെടുന്നില്ല.